സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ നിലനിൽക്കുന്നുണ്ട്. ഇടുക്കിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. കോട്ടയത്ത് ഇതിനകം തന്നെ 3 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 1 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കിയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഇടുക്കിയിലുണ്ട്. മലപ്പുറത്ത് മണ്ണിടിച്ചിലുണ്ട്. ആൾനാശമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. സമാനമാണ് കോഴിക്കോട്ടെയും സ്ഥിതി. പല ജലസ്രോതസ്സുകളിലും വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. നദികളും പുഴകളും ഒക്കെ കരകവിയുന്ന ഇടങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലാണ് കുറച്ചെങ്കിലും ആശ്വാസകരമായ കാര്യം. അവിടെയും പക്ഷേ ഡാമുകളിലൊക്കെ ജലനിരപ്പ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി തുടരുന്നു. പലയിടത്തും ഗതാഗത സ്തംഭനമൊക്കെ ഉണ്ട്. ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു സാഹചര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് റാന്നിയിലാണ്. റാന്നിയിൽ പലയിടത്തും വീടുകളടക്കം മുങ്ങിപ്പോയിട്ടുണ്ട്. വലിയ വെള്ളപ്പൊക്കമുണ്ട്. പ്രത്യേകിച്ച് താഴ്ന്ന മേഖലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഈ മുൻപ് അതായത് 2018 ഒരു പ്രളയ സാഹചര്യത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അന്ന് വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ അതേ തലത്തിലേക്ക് ഇത്തവണയും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇപ്പോഴും വീടുകൾക്കുള്ളിൽ പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം ഇപ്പം വീടിന് മുകളിലൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ ഒരു സ്ഥിതി അറിവിലേക്ക് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തീരുമാനം അന്തിമമായിട്ട് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും മഴ ഇനിയും തുടരും. ഇപ്പോഴും പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം ഒലിച്ചെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുന്നതേ കണക്കിലെടുക്കണ്ട. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. സമാനമായ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തിരച്ചിൽ സംഘം സുരക്ഷാ സേന എത്തുന്നവരൊക്കെ അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സേഫായിട്ടൊരു ഇടത്തേക്ക് മാറാൻ ശ്രമിക്കണം. വെറുതെ ദുരന്തത്തെ വിളിച്ചു വരുത്താൻ നിൽക്കരുത്. അവർ നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി ഒരു സേഫായിട്ടുള്ള ഇടത്തേക്ക് നിൽക്കണം. കാരണം പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ റാന്നിയിൽ പലയിടത്തും ഇപ്പോഴും ആളുകൾ ഞങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് മുറ്റത്തൊക്കെ വമ്പൻ വെള്ളക്കെട്ടാണെങ്കിൽ പോലും മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങി ഇവരുമായിട്ട് സഹകരിക്കണം. ഇതൊരു നാടിന്റെ പ്രശ്നമാണ്. നമ്മളുടെ സുരക്ഷ കണക്കാക്കിയാണ് ഇവരൊക്കെ അവരുടെ ജീവൻ പോലും പണയം വെച്ച് ആ ഭാഗത്തേക്ക് വരുന്നത്. അപ്പം അതിനോട് നമ്മൾ കൂടി നീതി പുലർത്തേണ്ടതുണ്ട്. ഇടുക്കിയിൽ വീണ്ടും മണ്ണിടിച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. ആൽവിൻ, മഴയൊന്ന് മാറിയതിൽ ചെറിയായിട്ടൊന്ന് ആശ്വസിച്ച് വരികയായിരുന്നു. പക്ഷേ വീണ്ടും മണ്ണിടിച്ചിലാണോ അവിടെ? ആൽവിൻ, കേൾക്കാമോ? ആൽവിനിലേക്ക് നമുക്ക് എത്താം. ഇപ്പം നമ്മൾ സാധാരണ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലും അതേപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ശക്തമായ മഴ നിൽക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം മണ്ണിടിച്ചിലെങ്ങാനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം എപ്പോഴും മണ്ണിടിച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെയും. ഇപ്പോൾ ഇടുക്കിയിലെ സാഹചര്യം കുറച്ചധികം രൂക്ഷമാണ്, ഗുരുതരമാണ്. ആൽവിൻ, കേൾക്കാമെങ്കിൽ പറയൂ. ആൽവിൻ, ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? വീണ്ടും റെഡ് അലേർട്ട് വന്നതോടുകൂടി പലയിടങ്ങളിലും ശക്തമായി തന്നെ മഴ പെയ്യാൻ തുടങ്ങുള്ളത്. ഇനി മഴ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നമ്മൾ ഈ തൊടുപുഴയ്ക്കടുത്തുള്ള ഈ ഉരുൾപൊട്ടൽ നടന്ന അടൂർമല മേഖലയിൽ ഇപ്പോഴും മഴയുടെ ഒരു നിഴലുണ്ട്. ശക്തമായ മഴയ്ക്ക് ഇനി ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളോടൊക്കെ ഒന്ന് മാറി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പലരും മാറാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാര്യം അത്രത്തോളം അപകടാവസ്ഥയാണ് ഈ പ്രദേശം. വലിയ തോതിൽ ഒരു ഉരുൾപൊട്ടലാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് അടൂർമലയിൽ ഉരുൾപൊട്ടി ഒരു വീട് പൂർണ്ണമായും തകരുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മരിക്കുന്ന സ്ഥിതിയും ഉണ്ടായത്. സുമതി എന്ന ആളാണ് മണ്ണിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടമായത്. സുമതിയുടെ ഭർത്താവ് രവി ഓടി മാറിയതിനാൽ രക്ഷപ്പെടുകയും മകൻ രതീഷിനെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇടുക്കി ഉപ്പുതറയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയം ഒരുപക്ഷെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഔദ്യോഗികമായി വീണ്ടും പറയേണ്ടുന്ന കാര്യം മണിക്കൂറുകളായി മണ്ണിനടിയിലുള്ള
വൈക്കം സ്വദേശി പ്രഭാകരൻ വാഗമണ്ണില് കോലാഹലമേട്ടിലാണ് മണ്ണിനിടിഞ്ഞ് ഒരു വീടിനടിയിലായിട്ടുള്ളത്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അവിടെ നിന്നും ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അടിമാലി മേഖലയിലൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളത്തിലായിട്ടുണ്ട്. മച്ചിപ്ലാവ്, മുതലിയാർ പുഴ തുടക്കമുള്ള മുഴുവൻ പുഴകളും വലിയ തോതിൽ വെള്ളം നിറഞ്ഞ അവസ്ഥ, കരകവിയുന്ന അവസ്ഥയാണ്. പല വീടുകളിലേക്കും വെള്ളം കയറിയ അവസ്ഥയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാം, തൊടുപുഴ ഈ ഉരുള് പൊട്ടിയ സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയിലെ മലയോര മേഖലയാണ്. അത് കിഴക്കൻ മേഖലയാണ്. അടൂർ മല എന്ന പ്രദേശത്തെ കുടയത്തൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉരുള് പൊട്ടിയത്. ആ പ്രദേശത്ത് നിന്ന് ഉരുള് പൊട്ടി താഴേക്ക് പോയ പലയിടങ്ങളിലും വലിയ മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും ഉണ്ട്. ആനക്കയം, അഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഇപ്പോഴും വലിയ വെള്ളക്കെട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ വലിയ മലവെള്ളപ്പാച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളോടൊക്കെ വളരെ ശ്രദ്ധാപൂർവം. ആൽവിൻ, അവിടെ ഈ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഉണ്ട്. ആൽവിൻ, അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? സേതു, സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അത് റെഡ് അലേർട്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ റെഡ് അലേർട്ടും കൂടെ ആകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ മഴ ഉണ്ടാകും. ആ മഴയുണ്ടെങ്കിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീതി ആ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഈ പ്രദേശത്ത് കഴിയണമെന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് താമസിക്കേണ്ടവർ മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വേണം, എല്ലാം ജാഗ്രത. ഓക്കെ ആൽവിൻ, ഓക്കെ, ശരി ആൽവിൻ, ഞാൻ ആൽവിനിലേക്ക് മടങ്ങിയെത്താം. ആൽവിൻ,